മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടുക്കി പശുപ്പാറയിൽ നമ്മൾ ഇടുക്കിയിലൊന്ന് പോവാണ്. ഇടുക്കി പശുപ്പാറയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. ബാലൻ്റെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെളുപ്പിന് 2 മണിക്ക് ഭയങ്കര സൗണ്ടായിരുന്നു. ഞാനും പിള്ളേരും അറിഞ്ഞില്ല. അച്ഛനും അമ്മയും ബാത്റൂമിൽ പോയിട്ട് അങ്ങാണ്ട് കയറി വന്നപ്പോഴേ സൗണ്ട് കേട്ടത്. അത് കഴിഞ്ഞ് ഭയങ്കര ഒച്ചയായി. പിന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ വന്ന് വിളിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ അന്ന് ജസ്റ്റ് ഇത്രയും ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഫുള്ള് റൂമിലെല്ലാം ഫുള്ള് വെള്ളമായി, മൊത്തത്തിൽ വലുതായി. അത്ര മൊത്തത്തിൽ പുറവശെല്ലാം നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇവിടെ ഏരിയ മുഴുവൻ ഗ്ലാസ് എല്ലാം പൊട്ടി. സാഗറുണ്ട് വിശദാംശങ്ങളുമായി. സാഗർ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് ആ രക്ഷപ്പെടൽ ഒരു അത്ഭുതകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ സാഹചര്യം എങ്ങനെയാണ് ഇപ്പോഴും അവിടെ സ്ഥിതി എങ്ങനെയാണ്? ഇടുക്കിയിൽ മഴ ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ നാശമാണ് വിതച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയുവാൻ. ഇടുക്കിയിൽ ഇതുവരെ ഈ മഴ ആരംഭിച്ചപ്പോൾ തന്നെ 2 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ജില്ലയിൽ 2 ഇടങ്ങളിലായാണ് 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു അമ്മയാണ് മരിച്ചത്. മട്ടിക്കല്ലിൽ സുമതിയാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിയുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് രവി, മകൻ രതീഷ് എന്നിവരെ പരിക്കലോടെ രക്ഷപ്പെടുത്തി. NDRF-ഉം ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെയോടെയാണ് സുമതിയുടെ മൃതദേഹം കണ്ടെടുത്തത്. മറ്റൊരു മരണം ഉണ്ടായത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചത്. രാവിലെ മുതൽ തന്നെ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും അധികൃതരും നടത്തിയ തെരച്ചിലിനൊടുവിൽ അല്പസമയത്തിന് മുമ്പാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുവാനായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉപ്പുതറ മത്തായിപ്പാറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു. ഉദ്യോഗസ്ഥർ സംയോജിതമായി പുറത്തിറങ്ങിയതിനാൽ വൻ ഒരു അപകടമാണ് ഒഴിവായത്. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ തോട് കരകവിഞ്ഞ് NH ഉൾപ്പെടെ നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടെ പ്രധാന പാതകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ തൊടുപുഴ നഗരത്തിലും മുട്ടം, ചെള്ളാവേൽ കോളനി എന്നിവിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിമാലി ദേവിയാർ കോളനി, ചാറ്റുപാറ, മച്ചിപ്ലാവ് പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചാക്കോച്ചി വളവിലും വെള്ളപ്പാച്ചിലിന് റോഡിലേക്ക് പാറക്കല്ലുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വ്യാപകമായി പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഭാഗത്ത് പെരിയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഡാമുകൾ പ്രദേശത്ത് തുറന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. മലങ്കര അണക്കെട്ട് തുറന്ന് വിട്ടിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ആലക്കോട്, തൊടുപുഴയ്ക്കടുത്ത് ആലക്കോട് 2 വീടുകൾ കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൊടക്കച്ചിറയിൽ മാർട്ടിൻ, മനോജ് എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ഇടുക്കി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്റ്റേഷനുള്ളിൽ ചെളിയും മണ്ണും എത്തി. സ്റ്റേഷൻ പിൻഭാഗത്തുള്ള മൺതിട്ട അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കിയാൽ ജില്ലയിൽ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ മൂലം വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അധികൃതർ എല്ലായിടത്തും തന്നെ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അധികൃതർ ശക്തമായ കാര്യങ്ങളാണ് നടത്തി വരുന്നത്. ഹരി, ശരി, സാഗറാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.